ഹരേ കൃഷ്ണ. രാധേ രാധേശ്യാം. ഓങ്കും ഗുരുഭ്യോ നമഃ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഒരു ചേച്ചിക്ക്, ഒരു ഡോക്ടറായ ചേച്ചിക്ക് ഉണ്ടായ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടുണ്ടാവാം. എങ്കിൽ തന്നെയും ഇത് കേട്ടപ്പോൾ നിങ്ങളോടൊപ്പം വീണ്ടും ഇതൊന്ന് പങ്കുവയ്ക്കണമെന്ന ആഗ്രഹം തോന്നി. അപ്പോൾ ഒരുപക്ഷെ ഇത് കേൾക്കാത്തവരുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കേൾക്കുക. അപ്പോൾ എല്ലാവർക്കും കേൾക്കട്ടെ, എല്ലാവർക്കും കേൾക്കുവാൻ അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ, അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്നതുകൊണ്ടാണ് വീണ്ടും ഇതൊന്നുകൂടി ഈ ഒരു അനുഭവം പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ അനുഭവം ഇത് എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ലല്ലോ, അല്ലേ? എത്ര തവണ കേൾക്കുകയാണെങ്കിലും, എത്ര തവണ അത് ശ്രവിക്കുകയാണെങ്കിലും നമുക്ക് ഭഗവാനോടുള്ള അടുപ്പം, ഭക്തി അതൊക്കെ നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഭഗവാന്റെ കീർത്തനങ്ങൾ ശ്രവിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. അങ്ങനെ ഉണ്ടായാൽ തന്നെ നമ്മുടെ ജീവിതം പുണ്യമാണ്. അപ്പോൾ ഈ സഹോദരി ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാനെ തൊഴുവാനായിട്ട് എത്തുകയാണ്. അപ്പോൾ തന്നെ രാവിലത്തെ നിർമ്മാല്യം തൊട്ടുള്ള പൂജകളിൽ ആ നിർമ്മാല്യ ദർശനം നടത്താമെന്ന് കരുതിയാണ് വരുന്നത്. തലേദിവസം രാത്രിയിലെത്തി അങ്ങനെ കുളിച്ച് ഫ്രഷായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ആ രാത്രി സമയത്ത് അവിടെ വരുമ്പോഴത്തേക്കിന് അവിടെ കൃഷ്ണനാട്ടം നടക്കുകയാണ്. ഭഗവാന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ കൃഷ്ണനാട്ടം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൃഷ്ണനാട്ടമൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് കാണുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം നിർമ്മാല്യം തൊഴുവാനായിട്ട് നേരത്തെ തന്നെ ആ ക്യൂവിൽ വന്നു നിന്നു. അങ്ങനെ നിർമ്മാല്യ ദർശനമൊക്കെ നടത്തി ഭഗവാനെ കൺകുളിർക്കെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ച് വെളിയിൽ വന്നു. അതിനുശേഷം ഭഗവാന്റെ അന്നദാനമൊക്കെ കഴിച്ചു തിരിച്ചു വീണ്ടും ഒന്നുകൂടി വന്ന് ആ കൊടിമരച്ചുവട്ടിൽ നിന്ന് ഭഗവാനെ ഒന്നുകൂടി കണ്ട് തൊഴുതു പ്രാർത്ഥിക്കാം എന്ന് കരുതി വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും മനസ്സിലൊരാഗ്രഹം. വലിയ ക്യൂ ഒന്നുമില്ല, അത്യാവശ്യം ഒരു 1.5 മണിക്കൂർ കൂടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഭഗവാനെ ഒന്നുകൂടി കയറി തൊഴാം. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി. അതങ്ങനാണല്ലോ, അല്ലേ? നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെയും തോന്നും ഒന്നുകൂടെ കാണണം എന്നല്ലേ? അങ്ങനെ വന്നു പോകുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ആഗ്രഹം തോന്നും, ഇനി എന്നാ വരുന്നത്, ഇനി അടുത്ത മാസം വരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി എന്നാണ് വന്നൊന്ന് തൊഴുക, ഇനി ഇപ്പോൾ ഒന്ന് കയറി തൊഴുതാലോ എന്നൊക്കെയുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും. എന്നതുപോലെ ഈ സഹോദരിക്കും ഈ ചേച്ചിക്കും എന്ത് തോന്നി? ഒന്നുകൂടി ഭഗവാനെ കയറി തൊഴണമെന്നുള്ള ആഗ്രഹം തോന്നി. അങ്ങനെ ആ ചേച്ചി വീണ്ടും ആ ക്യൂവിൽ വന്ന് നിന്നു. അങ്ങനെ കുറേ നേരം ആ ക്യൂവിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ അതികഠിനമായിട്ട് ആ സഹോദരിക്ക് ദാഹിക്കാൻ തുടങ്ങി. അപ്പോൾ വെള്ളം വേണം, ജലം കുടിക്കണം, കണ്ടമാനം ദാഹിക്കുന്നു. കുറച്ചു നേരമൊക്കെ അങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ദാഹം കണ്ടമാനം കൂടിയപ്പോൾ അടുത്ത് നിന്നവരോടൊക്കെ ചോദിച്ചു, ഇച്ചിരി വെള്ളം കയ്യിലുണ്ടോ, ഇച്ചിരി കുടിക്കാൻ ദാഹിക്കണു എന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത് നിന്നവരിലോ അപ്പുറത്ത് നിന്ന ക്യൂവിൽ നിന്നവരുടെ കയ്യിലോ അവരുടെ കയ്യിലൊന്നും വാട്ടർ ബോട്ടിലോ ജലമോ ഒന്നും വെള്ളമോ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. ആകെ തളർന്ന ഒരവസ്ഥയിലേക്ക് ആ സഹോദരി പോവുകയാണ്. അപ്പോൾ ആ ക്യൂവിൽ നിന്നുകൊണ്ട് ആ സഹോദരി ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, പറയുകയാണ്, കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, എന്നെ ദാഹിച്ചിട്ട് എൻ്റെ തൊണ്ട വിരളുന്നു, എനിക്ക് കണ്ടമാനം ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ തൊണ്ടയൊന്ന് നനയ്ക്കാമായിരുന്നു, വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഞാനിവിടെ ക്യൂ നിന്നോളാം, എന്നിട്ട് ഭഗവാനെ കണ്ട് തൊഴുതോളാം എന്നിങ്ങനെ കണ്ണുകൾ അടച്ചിന്ന് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി വരികയാണ്. ഇങ്ങനെയാണ് വിളിക്കുന്നത്, മോളെ നിനക്ക് വെള്ളം വേണോ? ആരാ വിളിച്ചത്? ആ സഹോദരി തിരിഞ്ഞു നോക്കിയപ്പോൾ വളരെ സുന്ദരനായ വളരെ ആചാരബാഹുവായ, വളരെ സൗന്ദര്യം തുളുമ്പുന്ന ഒരു മനുഷ്യൻ അവിടെ ഇന്ന് ഈ മോളെ നേരെ ഒരു ബോട്ടിൽ വെള്ളം ഇങ്ങനെ നീട്ടിയിട്ട് ചോദിക്കുകയാണ്, മോളെ നിനക്ക് വെള്ളം വേണമെന്ന്. അപ്പോൾ ആ സഹോദരിക്ക് വളരെ അത്ഭുതമായി. കാരണം കുറച്ച് മുമ്പ് ഇവിടെ നിന്നെല്ലാം വെള്ളം ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ടില്ല. അവിടെ എല്ലാവരോടും ചോദിച്ചിട്ട് വെള്ളമില്ല. അതിനുശേഷം വെള്ളം ആരോടും പിന്നെ ചോദിച്ചുമില്ല. കണ്ണുകൾ അടച്ചു വെച്ച് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വിളി വരുന്നു. എന്താ വിളിക്കുന്നത്? മോളെ നിനക്ക് വെള്ളം വേണോ എന്ന്. ചേച്ചിക്ക് ആ സഹോദരിക്ക് ഒത്തിരി സന്തോഷമായി. എന്തായാലും കൊള്ളാം, ആ വെള്ളം മേടിച്ച് കുടിച്ച് ആൾക്ക് നന്ദിയൊക്കെ പറഞ്ഞു വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് ഭഗവാനെ തൊഴുവാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ആ ക്യൂ നിൽക്കുന്ന സമയത്ത് അവർ തമ്മിൽ കുറേ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, മോളുടെ വീട് എവിടെയാണ്? അപ്പോൾ പറഞ്ഞു കൊട്ടാരക്കരയാണെന്ന്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ്, കൊട്ടാരക്കര, അവിടെ ഗണപതി ക്ഷേത്രമില്ലേ, അവിടെ ഞാൻ വരാറുണ്ട്, അവിടെ ഇടയ്ക്കൊക്കെ ഞാൻ വരാറുണ്ട്, അവിടുത്തെ ഉണ്ണിയപ്പം നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, മോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുമോ
പോയില്ലേ, അവിടെയൊക്കെ പോയി തൊഴാറില്ലേ? അപ്പോൾ ആ മോള് പറഞ്ഞു, ആ ചേച്ചി പറഞ്ഞു, ഞാൻ അവിടെയും പോയി തൊഴാറുണ്ട്, അതെല്ലാം ഞാൻ തൊഴുതും, അവിടെ മിക്കപ്പോഴും ഞാൻ പോയി തൊഴാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എടുത്തു പറയുകയാണ്, ഞാൻ അവിടെയും ഉണ്ട്, ഞാൻ അവിടെയും വരാറുണ്ട്, മിക്കപ്പോഴും ഉണ്ട് അവിടെ, എല്ലായ്പ്പോഴും മിക്കപ്പോഴും ഞാൻ അവിടെ വരാറുണ്ട് എന്നൊക്കെ അദ്ദേഹം ഈ കുട്ടിയോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി തിരിച്ച് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താണ്, എവിടെയാണ് വീടെന്നൊക്കെ പറഞ്ഞു. എവിടെയാണ് വീട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഞാൻ ഈ ഗുരുവായൂർ തന്നെയാണ്, ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്, എൻ്റെ വീട് ഇവിടെ തന്നെയാണ് എന്നും പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു, ഗുരുവായൂർ എവിടെയാണ് കറക്റ്റ് വീട് എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നത്, അല്ല ഞാൻ തൊട്ടടുത്ത് തന്നെയാണ്, ഇവിടെ തന്നെയാണ്, എപ്പോഴും ഞാൻ ഇവിടെയുണ്ട്, ഇവിടെ തന്നെയാണ് എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞ് അതേ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പെട്ടെന്ന് വീണ്ടും ഭഗവാനെ കാണുവാനുള്ള ആ ക്യൂ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്തേക്ക് പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് അപ്പുറം വരെ പോകാനുണ്ട്, എനിക്ക് പെട്ടെന്നൊരു ഡ്യൂട്ടി ഉണ്ട്, അത് വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ പോവുകയാണ്, ഞാൻ പിന്നീട് നമുക്ക് കാണാം എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് അത്യാവശ്യമായൊരു ഡ്യൂട്ടി ഉണ്ട് എന്നും പറഞ്ഞിട്ട്, അപ്പോൾ ഈ മോൾ ചോദിച്ചു എവിടെയാണ് ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെയാണ് ഡ്യൂട്ടി എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അദ്ദേഹം ആ ക്യൂവിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തേക്ക് മാറുകയാണ് ചെയ്തത്. എന്തായാലും ആ സഹോദരി ഭഗവാനെ വീണ്ടും കണ്ടു തൊഴുതു, സന്തോഷം തോന്നി, ആഹ്ലാദം തോന്നി, അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഈ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയത്, ഒന്ന് പിന്നോട്ട് ചിന്തിച്ചത്. പിന്നോട്ട് ചിന്തിച്ചപ്പോൾ ആ സഹോദരിക്ക് തോന്നുന്നത് ഇതെല്ലാം ആ സഹോദരിക്ക് തോന്നുന്നൊരു കാര്യമാണ് അല്ലേ. അത് നമ്മൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിലുണ്ടാകുന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ സഹോദരി പറയുന്ന ഞാൻ ആ ക്യൂവിൽ നിന്നപ്പോൾ എനിക്ക് വെള്ളം വേണമെന്ന് ഞാൻ കുറച്ച് മുമ്പേ ചോദിച്ചു, പക്ഷെ അതാരും കേട്ടില്ല, എല്ലാവരും പറഞ്ഞു വെള്ളമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ പുറകിൽ നിന്നൊരു വിളി വന്നിട്ട് ചോദിക്കുന്നു, മോളെ നിനക്ക് വെള്ളം വേണോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യവും. പിന്നെ അദ്ദേഹം പറയുന്നത്, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഞാൻ വരാറുണ്ട്, ഞാൻ അവിടെയുണ്ട്, ഞാൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട്. അപ്പോൾ പിന്നെ പറയുന്നത്, ഞാനിപ്പോൾ ഇവിടുന്ന് പെട്ടെന്നൊരിടത്തേക്ക് പോവുകയാണ്, എനിക്ക് അത്യാവശ്യമായ ഡ്യൂട്ടി ഉണ്ട്, എൻ്റെ വീട് എവിടെയാണെന്നൊക്കെ, അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ ഇവിടെ തന്നെയുള്ള ആളാണ്, ഞാൻ ഇവിടൊക്കെ തന്നെയാണ് എൻ്റെ വീട് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണമൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ആ സഹോദരിക്ക് തോന്നുന്നത്, ദാഹിച്ചു വലഞ്ഞു നിന്നപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ ഒരു തുള്ളി ജലവുമായി വന്നത് മറ്റാരുമല്ല, ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് ആ സഹോദരി അടിയുറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാനുമേ നമുക്കും സാധിക്കുകയുള്ളൂ. കാരണം ആ അനുഭവത്തിലൂടെ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയുള്ളൂ. ഇത് ആ സഹോദരിക്കുണ്ടായ അനുഭവമാണ്. ആ സഹോദരിയുടെ അനുഭവമാണ് ഭഗവാൻ ആ സഹോദരിക്ക് കൊടുത്തതും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ വേദനിച്ച് നിൽക്കുമ്പോൾ, ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഗുരുവായൂരപ്പനെ നമ്മുടെ അകത്തളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായ പ്രാർത്ഥനയാണെങ്കിൽ ഭഗവാൻ അവിടെ പ്രസാദിക്കും. അത് ഒരു പക്ഷേ ശംഖ് ചക്ര ഗദാധാരിയായിട്ടുള്ള ഭഗവാൻ നേരിട്ട് വന്നല്ല നമുക്ക് ദർശനം തരുന്നത്, മറ്റൊരു രൂപത്തിലായിരിക്കും, മറ്റൊരാളുടെ രൂപത്തിലായിരിക്കും. അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു, സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.